നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാൻ പോകുന്നുണ്ട്. ഇന്നത്തെ റീഡിംഗ് ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഫ്യൂച്ചർ എന്താവും എന്ന രീതിക്ക് നോക്കാം. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, കല്ലിൽ കുത്തിയ പോലെയൊന്നും അല്ല. നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ മനസ്സിലാക്കുക ആദ്യം ദാറ്റ് ഇപ്പം എന്താണോ സിറ്റുവേഷൻ അതിനനുസരിച്ച്, അതായത് ഇപ്പോൾ പോകുന്ന പോലെ തന്നെ പോയാൽ ആണ് ഫ്യൂച്ചർ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുമ്പോൾ നിങ്ങളൊരല്പം അതിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ചേഞ്ച് വന്നാൽ, നിങ്ങളൊരു കാര്യം മാറ്റി ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഒരു മാറ്റി പ്രവർത്തിച്ചാൽ, ഒരു സ്റ്റെപ്പ് നിങ്ങൾ മാറ്റിയെടുത്താൽ അവിടെ ഫ്യൂച്ചറും മാറും. ഓക്കെ, ബട്ട് നമുക്ക് ഇപ്പോൾ പോകുന്ന പോലെ പോയാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്തായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ യെസ്, നിങ്ങളുടെ കയ്യിൽ ഒരു ഡിസിഷൻ ഉണ്ടാവും, അത് ഞാൻ പറയാം. ഓക്കെ, കാണുമ്പോൾ ഞാൻ അതിനനുസരിച്ച് ഗൈഡൻസ് തരാം നിങ്ങൾക്ക് എന്താ മാറ്റാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, സോ എനിവേ ഇപ്പോഴത്തെ എടുക്കാം, ഇപ്പോഴത്തെ കണക്ഷൻ, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കണക്ഷൻ, അതേ പേഴ്സൻ്റെ ഫീലിങ്സ് എടുക്കാം, അവരുടെ ഇൻറ്റൻഷനൊക്കെ നോക്കാം, എന്നിട്ട് നമുക്ക് ഫ്യൂച്ചർ നോക്കാം. പേഴ്സൻ്റെ ഫീലിങ്സ്, ഓക്കെ, വാ, ഗ്രേറ്റ്, സ്ട്രെങ്ത്, ഫുൾ. ഓക്കെ, ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അവരുടെ ഫീലിങ്സിൽ നിങ്ങളോടൊരു സ്ട്രോങ് അറ്റാച്ച്മെൻ്റ് ഉണ്ട് ശരിക്കും. ഓക്കെ, സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങൾ തമ്മിലൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് എനിക്ക് കാണുന്നത്. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മറക്കുന്നുണ്ട്. ആ മറക്കുന്നത് എന്തുമാവാം. ഓക്കെ, ഞാൻ നോക്കാതെ ഇവിടെ ഫുള്ളുണ്ട്. സോ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ന്യൂ ബിഗിനിങ് എവിടെയോ ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി അവർ വളരെ ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും, നിങ്ങളുടെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും, എല്ലാം ഉണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ എന്തോ ഒരു ഹൈഡിങ് എനർജി ഉണ്ട്. ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ എനർജിയിലെ ഒരു ബ്ലോക്കേജ് എന്താണ്, നിങ്ങൾ തമ്മിൽ തടസ്സം എന്താണ്? യെസ്, നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഹാപ്പി ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നുമുണ്ട്, ബട്ട് സംതിങ് ബ്ലോക്കിങ്. എന്താണ് ബ്ലോക്കേജ്? എന്താണ്? 5 wands. ഓക്കെ, 6 of wands. ഒന്ന് കർമ്മ കാണുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇവിടെ നിങ്ങൾ തമ്മിൽ ഈഗോ ക്ലാഷസ് ആയിരിക്കാം. ഓക്കെ, പേഴ്സണിന് ശരിക്കും നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ എവിടെയോ അവരൊരു കൺട്രോൾ വെക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ്. അതായത് ഈ സിറ്റുവേഷൻ അവരുടെ കൺട്രോളിൽ വെക്കാൻ ശ്രമിക്കുന്ന പോലെ, അവർ വിചാരിക്കുന്ന പോലെ, അവർക്ക് വേണ്ട പോലെ അങ്ങനെ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരിക്കും. അതിൻ്റെ പേരിലായിരിക്കും ഇവിടെ ഒരു ഈഗോ ക്ലാഷസ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു പരസ്പരം മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട് എനിക്ക്. സോ മേ ബി ആ പേരിലായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ട്രസ്റ്റ് ഇല്ലായ്മ അത് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ആ ട്രസ്റ്റ് ഇല്ലായ്മ മേ ബി നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കാണാം, അതുകൊണ്ടായിരിക്കാം. എനിക്ക് അവിടെ ഒരു ട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഇടയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ എപ്പോഴും നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ജയിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഓക്കെ, അവർക്ക് ജയിക്കണം എന്ന രീതിക്ക് ഒരു ചിന്തയാണ്. അങ്ങനെ തോറ്റു തരിക മുന്നോട്ട്, ഒരു നമ്മൾ പറയില്ല, ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം എപ്പോഴും വിട്ടുവീഴ്ചയൊക്കെ വേണ്ടി വരും. പക്ഷെ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് അവരെപ്പോഴും ജയിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് അവരുടെ കൺട്രോൾ പോകും എന്നുള്ള ഫീലിംഗ് ആണ് അവർക്ക്. നിങ്ങളുടെ മുമ്പിൽ ഒന്ന് താണു തന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടു തന്നാൽ ഒരു ജെൻസ് ആവണമെന്നില്ല കേട്ടോ, ഈവൻ ലേഡീസും ഇതേക്കാ ഈ ക്യാരക്ടറൊക്കെ കാണിക്കാം. ഓക്കെ, ജെൻസിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ എനർജിയെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ജെൻസ് ആവാം, ലേഡീസ് ആവാം. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഒരു ജയിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്, അവരുടെ ഭാഗത്ത് ഒരു കൺട്രോൾ വയ്ക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതൊക്കെയാണ് നിങ്ങളുടെ ഇടയിൽ തടസ്സം. നിങ്ങളുടെ പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങളായാലും അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ആയാലും ഒക്കെ അവർക്ക് എപ്പോഴും ഒരു എന്താ പറയുക, അവരുടെ ഒരു ഈഗോ, ഓക്കെ, അവരുടെ ഒരു ഈഗോ ബൂസ്റ്റ് അവർക്ക് എപ്പോഴും വേണം, അവർക്ക് ജയിക്കണം എന്നുള്ളൊരു ഫീലിംഗ്. ഓക്കെ, വേറെ എന്താണ് നോക്കട്ടെ പറയാനുള്ളത്. ആക്ച്വലി അവർ ആഗ്രഹിക്കുന്നത് ശരിക്കും നിങ്ങളുമായിട്ട് 5 cups. ഓക്കെ, അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടാനൊന്നും ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായിട്ട് ഫാമിലി പോലെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കണക്ഷനാണ് അവർ ആഗ്രഹിക്കുന്നത്. ശരിക്കും ഒരു നല്ലൊരു സ്ട്രോങ് കണക്ഷൻ ബിൽഡ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ അഗെയിൻ ഫാമിലി കാർഡ് ഉണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ മാരേജ് കാണുന്നുണ്ട് എനിക്ക്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, തേർഡ് പാർട്ടി ഉണ്ടാവും. തേർഡ് പാർട്ടിയുടെ കാര്യം കാണുന്നുണ്ട്. ഓക്കെ, ഒരു തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ലൈക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് അല്ലെങ്കിൽ അവർക്ക് വേറെ റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ അതും ഇവിടെ ഒരു തടസ്സമാണ് നിങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് മേ ബി അവർക്ക് ആ ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. സോ എന്താ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം.
എനിക്ക് ഞാൻ ഫാമിലിയും എല്ലാം നോക്കുന്നുണ്ട്, ഞാൻ കെയർ ചെയ്യുന്നുണ്ട്, അവരെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണിക്കണം. അപ്പം അതിൻ്റെ ഒപ്പം നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തമ്മിലൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതും ആയിരിക്കാം. ഓക്കെ, സോ എപ്പോഴും നിങ്ങളെ ഒരു ലൈക്ക് അവർ ഒരു കൺട്രോളിൽ വെക്കാൻ ശ്രമിക്കുന്നു. ബിക്കോസ് അവർ ആ ഒരു ഇതുണ്ടല്ലോ, പൊസിഷനോ ഈഗോന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണ് എന്നുള്ളതൊക്കെ അതിനെയൊക്കെ അവരിങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ബിക്കോസ് വേറെ ആരുടെയും മുമ്പിൽ അതൊന്നും താണു പോകരുത് എന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം. സോ ഇവിടെ അവരുടെ മാരീഡ് ലൈഫ് എനിക്ക് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് മാരേജ്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് വേറെ തേർഡ് പാർട്ടി എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവാം, മാരേജ് ഫിക്സ് ആയി കാണാം, പാരൻസ് ആയിരിക്കാം, ഓക്കെ, എല്ലാം എന്തും ആവാം. സോ ഒരു തേർഡ് പാർട്ടി എനർജി ഇവിടെ വരുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഹിഡൻ സീക്രറ്റ്സ് ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾ തമ്മിലൊരു വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. ഇവിടെ ജസ്റ്റിസും അഗൈൻ ക്വീൻ ഓഫ് വൺസ് ഒക്കെ ഉണ്ട്, മജീഷ്യനും. സോ ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള തടസ്സങ്ങൾ അതാണ് എനിക്ക്, ആ പേരിലൊക്കെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഓക്കെ, ബട്ട് അവർ ഫീലിങ്സ് യെസ് വളരെ സ്ട്രോങ് ബോണ്ട് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും നമുക്ക് കിട്ടിയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും നിങ്ങളോട് ഇമോഷണൽ ആയിട്ട്, അതായത് ശരിക്കും എന്താ ഫീൽ ചെയ്യുന്നത്, അവർ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് എന്താ ഫീലിങ്സ് എന്ന് ലാസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പറയാം, ആൻഡ് അവരെന്താ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം അല്ലേ. ഓക്കെ, ഉള്ളിൻ്റെ ഉള്ളിലൊരു ഡീപ്പ് ഫീലിങ്സ്. ആക്ച്വലി അവർ ഒരുപാട് സ്ട്രെസ്ഡ് ആണ് ഇപ്പോൾ. ഓക്കെ, അവർക്ക് നിങ്ങളുടെ ഈ സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് കുറച്ച് സ്ട്രെസ് ഉണ്ട്. ഒരു സ്പിരിച്വൽ മേ ബി ഇപ്പോഴത്തെ സമയം, ആക്ച്വലി ഇത് സ്പിരിച്വൽ കാർഡ്സ് വരുന്നുണ്ട്. സോ മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും അവർക്ക് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ സ്ട്രോങ് തന്നെയാണ്. ആൻഡ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നും അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്കിപ്പോൾ ഒരു സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ മീൻസ് ഈ റിലേഷൻഷിപ്പ് രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ ആയിരിക്കും അവർക്ക് ബുദ്ധിമുട്ടിക്കുന്നത്. അവർക്കൊരു ടെൻഷൻ ആവുന്നുണ്ട്, ചില കാര്യങ്ങൾ അവർ മറച്ചു വെക്കുന്നുണ്ട്. സോ മേ ബി തേർഡ് പാർട്ടി, വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അവർ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന്. അതിൻ്റെ ഒരു കുറ്റബോധമുണ്ട് അവരുടെ എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് മുന്നോട്ട് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫ്യൂച്ചർ മറ്റേതിൽ നിന്ന് എടുക്കാം. ഓക്കെ, അവർ ഫ്യൂച്ചർ എന്താണ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത് ആൻഡ് ഫ്യൂച്ചർ എന്താ കാണുന്നത് രണ്ടും നോക്കാം. അവരുടെ മനസ്സിൽ ഫ്യൂച്ചർ എന്താ ആഗ്രഹിക്കുന്നു, പേഴ്സന്റെ മനസ്സിൽ ഫ്യൂച്ചർ എന്താണ് അവർക്ക് ആഗ്രഹം. 6 of Swords, very good, and Queen of Cups. Wow, beautiful cards. Oh my God, King of Cups. പറയാതിരിക്കാൻ വയ്യ, ഇവിടെ സ്ട്രെങ്ത് വീണ്ടും വന്നു. യെസ്, നിങ്ങൾ ആൻഡ് ലവേഴ്സ് കാർഡും ഉണ്ട്. നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ബോണ്ടാണ്. മൈ ഗോഡ്, മൈ ഗുഡ്നസ്, ലൈക്ക് അത് നിങ്ങൾ തമ്മിൽ അത്രയും സ്ട്രോങ് ബോണ്ടാണ് എനിക്കിവിടെ കാണുന്നത്. ചില കാർഡ്സ് കാണിക്കാൻ പാടില്ല. ഓക്കെ, സോറി, എങ്ങനെയായിരുന്നു? ഓക്കെ, വാവ്, ബ്യൂട്ടിഫുൾ കാർഡ്സ്. ശരിക്കും നിങ്ങൾ തമ്മിൽ അത്രയും സ്ട്രോങ് കണക്ഷനാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങൾ തമ്മിൽ ഒരു കപ്പിളായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ്. ഒക്കെ നിങ്ങൾ തമ്മിൽ അത്രയും അവർക്ക് ആ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് വേണം എന്ന് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം. ആക്ച്വലി നിങ്ങൾ ശരിക്കും പറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ മാത്രം പോയിട്ട് എവിടെയെങ്കിലും താമസിക്കുക, ജീവിക്കുക, അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും അവർക്ക് ആ ഫീലിങ്സ് വളരെ ഹാപ്പി ഫീലിംഗ് ആണ്. നിങ്ങൾ ശരിക്കും അവരുടെ ഒരു ആഗ്രഹമാണെന്ന് പറയാം, വിഷ് ആണെന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ സന്തോഷം ഫീൽ ചെയ്യുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ബോണ്ട് വീണ്ടും വന്നു. നമുക്ക് സ്ട്രെങ്ത് കാർഡ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിലുള്ള വളരെ സ്ട്രോങ് സോൾമേറ്റ് ബോണ്ടാണ്. ഓക്കെ, സോൾമേറ്റ് കാർഡ് ഇവിടെ 1, 2 വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ കപ്പിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി സോൾമേറ്റ് ബോണ്ടാണ് നിങ്ങൾ തമ്മിൽ. ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ്, എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. നിങ്ങൾ തമ്മിലുള്ള അത്രയും പാസ്റ്റ് ലൈഫ് സ്ട്രോങ് കണക്ഷൻ ആണ്. എനിക്ക് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യണം, വേണം എന്ന് തന്നെയാണ്. അവർക്ക് നിങ്ങളെ വിട്ടുകളയാൻ യാതൊരു താല്പര്യമില്ല. ഓക്കെ, യൂണിവേഴ്സ് എന്താ കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ? ഓക്കെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ട്, ശരിയാണ്. തേർഡ് പാർട്ടി ആവാം, മോസ്റ്റ്ലി തേർഡ് പാർട്ടിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ നമുക്ക് എന്താണ് കാണുന്നത് നോക്കാം. ഇത് അവരെ ആഗ്രഹം കാണുന്നുണ്ട്. ഓക്കെ, ഫ്യൂച്ചർ എന്താ, യൂണിവേഴ്സ് എന്താ പറയുന്നത്? 7 of Cups, 8 of Cups, 5 of Cups. Oh, sorry, 8 of Pentacles. 7 of Cups, 8 of Pentacles, 5 of Cups, Ace of Cups. Oh my God. Future universe in the death, transformation, moon card. Okay, and the sun. Wow. And judgment. Okay, great. എനിക്ക് പറയാതിരിക്കാൻ, ഓക്കെ, കുറച്ച് അഡ്വൈസും പറയാം നിങ്ങളോട്. ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് എന്താ വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, ഓക്കെ, നിങ്ങളിവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാം. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാം. നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. ഇത് യൂണിവേഴ്സിൻ്റെ അഡ്വൈസാണ് നിങ്ങൾക്ക്.
ഓക്കെ, നിങ്ങളുടെ കെയർ ചെയ്യുക, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫ്യൂച്ചർ, ലേഡീസ് ആവണമെന്നില്ല, ജെൻസ് ആയാലും. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ, ഓക്കെ, അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, എല്ലാം ചെയ്യാം. ഓക്കെ, ആ പേഴ്സണിനെ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തുകൊണ്ട് തടസ്സങ്ങളുണ്ട്. ഓക്കെ, ഫാമിലി ആവാം, വേറെ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തോ ആവട്ടെ. ഓക്കെ, അങ്ങനെ തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അവരെ ലൈഫിൽ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് തന്നെയാണ്, അതിന് ഡൗട്ടൊന്നുമില്ല. പക്ഷേ വേറെ ഓപ്ഷൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ, അവർക്ക് വേറെ പ്രയോറിറ്റീസ് ഉണ്ട് അവരുടെ ലൈഫിൽ. അതാണ് സത്യാവസ്ഥ, നിങ്ങളത് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അതിലൊക്കെ, കാരണം അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കാർഡ്സ് സേഫ് അല്ല കാണിക്കുക, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ പല ഓപ്ഷൻസും ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ലൈഫിൽ എന്താ വേണ്ടത് എന്നവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ആണോ ഇമ്പോർട്ടൻ്റ്, അതോ നിങ്ങളാണോ എന്നൊക്കെ അവർ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എഫേർട്ട് ഇടും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കാരണം അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് 5 കപ്സാണ് വന്നിരിക്കുന്നത്, നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹമില്ല. ആൻഡ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവർക്ക് ഈ ഒരു ഇല്യൂഷൻസ് ഒന്ന് ക്ലിയർ ആവണം. ഓക്കെ, അതായത് തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റണം. ദാറ്റ് അവർക്ക് എന്താ വേണ്ടത്. അവർക്കൊരു മനസ്സിലെപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല, അവർക്കും അറിയുന്നില്ല ഞാൻ എന്താ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കും ഉണ്ട്. ഓക്കെ, എൻ്റെ ഇവിടെ ഒരു ഡെത്ത് ആണ് കാണുന്നത്, ഡെത്ത് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ തമ്മിൽ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഈ ഒരു കൺഫ്യൂഷൻസ് അവസാനിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, അതായത് അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കണക്കാക്കുന്നുണ്ടെങ്കിലോ അവരതിനേക്കൊന്ന് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ്. ഇവിടെ സൺ ആൻഡ് ജഡ്ജ്മെൻ്റ് ആണ് ഇവിടെ. സോ യൂണിവേഴ്സായിട്ട് ഓക്കെ ഒരു സമയം കൊണ്ടുവരും, എന്നിട്ട് അവർ തീരുമാനം എടുത്തേ പറ്റൂ എന്നൊരു സ്റ്റേജ് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തൊരു അങ്ങനത്തെ ഒരു സമയം വരും. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് നിൽക്കണോ, അതോ നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ ആലോചിക്കും. ഓക്കെ, അതായത് ഇപ്പം നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെ ഫുള്ളായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള കണക്ഷനൊക്കെ വളരെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ വളരെ സ്ട്രോങ് തന്നെയാണ്. പക്ഷേ ആക്ച്വൽ ലൈഫിൽ അവർക്ക് നിങ്ങളെ എത്രത്തോളം ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ അത് വേണോ വേണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കും. മേ ബി നിങ്ങളുടെ ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണെ കൊണ്ടുവന്ന് യൂണിവേഴ്സ് അങ്ങനെ ചെയ്യിപ്പിക്കും. ദാറ്റ് ഇനി ഇങ്ങനെ എന്താ പറയുക, ഇവിടെയല്ല അവിടെ അല്ലാത്ത രീതിയിൽ നിൽക്കാൻ പറ്റില്ല എന്ന രീതിയിൽ. ഓക്കെ, ഒരു ചോയ്സ് എടുക്കണം, ഇവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുക എന്ന രീതിയിൽ. അത് നിങ്ങൾക്ക് എങ്ങനെ പോസിബിൾ ആണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം, അത് വേറെ കാര്യം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പേഴ്സൺ മാരീഡ് ഒക്കെ ആണെങ്കിൽ അത് വിട്ട് വരാൻ പറ്റില്ല, കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ whatever എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വിട്ട് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് ആ പേഴ്സൺ എനിക്ക് ഇത്രത്തോളമേ അവൈലബിൾ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങളും ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ല ഇപ്പോൾ ഫാമിലി തടസ്സമൊക്കെ ആണെങ്കിൽ, നിങ്ങൾ സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ ശരിക്കും അവർക്ക് നിങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വരും. അപ്പോഴും അവർ ആ തീരുമാനം അവരെടുക്കണം, അല്ലേ? സോ അങ്ങനെ നിങ്ങൾക്ക്, അതായത് നിങ്ങളെ ചൂസ് ചെയ്യാത്തൊരു വ്യക്തി, ഇപ്പോൾ പാരൻസ് പറഞ്ഞു വേറെ ആരെങ്കിലും മാരേജ് ചെയ്യാൻ പറഞ്ഞു, അവരതിന് പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പിന്നെയും അവിടെ ഇങ്ങനെ പെട്ട് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? സോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, സോ ഇവിടെ എല്ലാ തരത്തിലും നിങ്ങളോട് ഒരു ചോയ്സിൻ്റെ ഒരു കാര്യം വരും, ഒരു സമയം വരും. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ എത്രത്തോളം എഫേർട്ട് ഇടും എന്നുള്ള ഒരു ടെസ്റ്റിംഗ് വരും. ഓക്കെ, ആ ഒരു ജഡ്ജ്മെൻറ്റ് സമയം വരും. അതായത് യൂണിവേഴ്സായിട്ട് ഒരു ടെസ്റ്റ് ഇവിടെ കൊണ്ടുവരും. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും കാര്യങ്ങൾ. ഓക്കെ, പേഴ്സൺ എത്രത്തോളം ഇവിടെ എഫേർട്ട് ഇടും, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പോസിബിൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആ മാറ്റത്തിന് ശേഷം നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുമോ എന്ന് വെച്ചാൽ ബന്ധം വിട്ട് കളയുക എന്ന രീതിക്കല്ല, അതൊന്നും പോവില്ല. അതവിടെ മനസ്സിനുള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയില്ലേ, ആ ഒരു വിഷമങ്ങൾ മാറ്റിവെക്കുന്നതായിരിക്കാം. ഓക്കെ, ദാറ്റ് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ദാറ്റ് ഇങ്ങനെയാണ്, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാനുണ്ട്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് സെൽഫ് ലവ് ചെയ്യാം, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, ആ ബന്ധം വിട്ടു പോകുന്നതെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത് കേട്ടോ, അത് മനസ്സിലാക്കാം. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനായിട്ട് നിൽക്കണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സണും ഒരു ചോയ്സ് എടുക്കും, ഒരു മാറ്റം വരും, ഒരു സമയം വരും. എന്നിട്ട് മേ ബി നിങ്ങൾ അവസാനം പറയും, എന്നിട്ട് ഇങ്ങനെ എനിക്ക് പറ്റില്ല എന്ന് നിങ്ങൾ പറയും. ഓക്കെ, ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു ചോയ്സ് എടുക്കേണ്ടി വരും. പിന്നെ അത് അവരെന്ത് ചെയ്യും എന്നുള്ളത് അത് അവരുടെ കയ്യിലുമാണ്. ലൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ പേടികളോ കാര്യങ്ങളോ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ചോയ്സ്. പക്ഷെ ഒരു സമയം വരും, ഒരു ഡെത്ത്, ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ.
ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ സ്ട്രോങ്ങർ ആവുന്നുണ്ടാവും, നിങ്ങൾ ഓൾറെഡി നിങ്ങളെ പറ്റി നിങ്ങൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു കാര്യം ഐ തിങ്ക് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പക്ഷെ ആ എഫേർട്ട് ഇടാൻ ആ ധൈര്യം കൊണ്ടുവരുമോ, അവരെ കുറേ കറേജ് കൊണ്ടുവരുമോ, നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് അവർ ചെയ്യുമോ എന്നുള്ളതാണ് ഇവിടെ ഒരു ടെസ്റ്റ് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, പക്ഷേ അതിന് ശേഷം എനിക്കിവിടെ കിട്ടിയത് സൺ കാർഡാണ്. സോ എവിടെയോ ഒരു സന്തോഷം വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്, ഹാപ്പിനെസ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു സിറ്റുവേഷൻ, ഒരു സമയം വരും, പേഴ്സൺ ഇതിൽ എത്രത്തോളം നിങ്ങളെ നഷ്ടപ്പെടാൻ തയ്യാറാണോ അതോ നിങ്ങളെ വേണോ എന്ന് അവർക്കൊരു തീരുമാനം എടുക്കാനൊരു സമയം വരും. ഓക്കെ, ബട്ട് ആ സമയം അതേ സമയം നിങ്ങളത് കാത്തിരിക്കലല്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ പറ്റി ചിന്തിക്കുക, നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നോക്കാൻ തുടങ്ങണം. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ യൂണിവേഴ്സ് നിങ്ങൾ എന്താ ഗൈഡ് ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താ ഗൈഡൻസ് തരുന്ന യൂണിവേഴ്സ്? മൊമെന്റ്, ഫീലിങ്സ്, അഗെയിൻ ഇമോഷൻസ്. ഇവിടെ ഇമോഷൻസ് ആയിരുന്നു, ഇമോഷൻസ് ഫീലിങ്സ് രണ്ടും കാണുന്നുണ്ട്. 11 യൂണിയൻ. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ. എൻലൈറ്റൻമെന്റ് ആൻഡ് ഹാർട്ട്. സി, നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, യു ബിഗിൻ ടു ഫീൽ യുവർ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റർ വെൻ യു ആർ ക്ലോസ് വിത്ത് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും ദറ്റ് പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ക്ലോസ്നെസ് ഉള്ളപ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടാറുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളോട് ആക്ച്വലി ഇവിടെ എനിക്ക് ഫസ്റ്റ് തന്നെ കാണുന്ന യൂണിയൻ്റെ ഒരു സൈനാണ്. ഓക്കെ, ആദ്യം തന്നെ എന്തായാലും ഇവിടെ നമുക്ക് യൂണിയൻ്റെ സൈൻ യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. 11 നിങ്ങൾ പ്രത്യേകിച്ച് സൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് യൂണിയൻ്റെ സൈനാണ്. ഓക്കെ, ശരിക്കും മാരേജ്, ട്വിൻ ഫ്ലെയിംസ്, യൂണിയൻ എന്ന രീതിക്കൊക്കെ എടുക്കും നമ്മൾ. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള, ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ, സോൾമേറ്റ് കണക്ഷൻ ആണ്. നിങ്ങൾ തമ്മിലുള്ള വളരെ സ്ട്രോങ് ബോണ്ടാണ്. നിങ്ങൾ തമ്മിൽ ഒരിക്കലും നമ്മൾ പറയില്ല സോൾ കണക്ഷൻസ് ഒന്നും അങ്ങനെ വിട്ടുപോകുന്നതല്ല, പൂർണ്ണമായിട്ട് അങ്ങനെ വിട്ടു പോവില്ല എന്തായാലും. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ തമ്മിൽ പേഴ്സണുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് സ്പെഷ്യൽ മൊമെൻറ്റ്സിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്ത നല്ല മൊമെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് ചിന്തയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക, അതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്, നെഗറ്റീവ് കാര്യങ്ങൾ ഇപ്പം ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും. ഫാമിലിയുടെ മുമ്പിൽ അവർ നിങ്ങളെ കാണിക്കുന്നില്ല, നിങ്ങളെപ്പറ്റി പറയുന്നില്ല. സോ അങ്ങനെ ഓരോന്നും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവാം. ബട്ട് നിങ്ങൾ നല്ല മൊമെൻറ്റ്സിനെ കുറിച്ച് ചിന്തിക്കൂ എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ശരിക്കും ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് രണ്ടും കാണുന്നത്, രണ്ടും വായിക്കാം. ടേക്ക് ടൈം ഔട്ട് ടു എക്സ്പ്ലോർ ദ ഡീപ്പ് ഇമോഷൻസ് യു ആർ എക്സ്പീരിയൻസിങ്, ലുക്ക് ഡീപ്പ് വിത്തിൻ യുവർ ഇമോഷൻസ്. രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇമോഷൻസിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നെഗറ്റീവ് ഫീലിങ്സിലേക്ക് പോകാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓക്കെ, ഈ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്, അത് ഈ പേഴ്സണിന് നിങ്ങൾക്ക് തരാൻ സാധിക്കുമോ എന്നുള്ള റിയാലിറ്റി ഒന്ന് നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, എപ്പോഴും കണക്ഷൻസ് നമ്മുടെ മനസ്സുകൊണ്ടുണ്ടാക്കുന്ന സ്നേഹബന്ധങ്ങൾ, അതിൽ മാറ്റമൊന്നും വരില്ല. ഓക്കെ, ബട്ട് റിയാലിറ്റിയിൽ അവർ ആക്ഷൻ എടുക്കുന്നുണ്ടോ, അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നുണ്ടോ, അവർക്ക് അതിനുള്ള ധൈര്യമുണ്ടോ, അവരതിന് വേണ്ടത് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അത് മറ്റുള്ളവരെ വാക്ക് കേട്ടോ അവരൊന്ന് ചെയ്യുകയാണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, കാരണം ഇതിന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ മുന്നോട്ട്? ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ ഈ ഒരു ബിഹേവിയർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ, അല്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യാതെ അവരിങ്ങനെ അങ്ങോട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾക്കതൊക്കെ പറ്റുമോ? ഇനി മുന്നോട്ട് നിങ്ങൾക്ക് എത്ര കാലം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും? നിങ്ങൾക്കത് ആ വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എത്ര നിങ്ങൾ സഹിക്കും? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കി അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾക്ക് വിട്ടുകൊടുത്ത് നിങ്ങൾക്ക് നിൽക്കാൻ ഇനിയും പറ്റുമോ? പക്ഷെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേദനിക്കാൻ പാടില്ല, അല്ലേ? നിങ്ങളത് വേദനിക്കാനും പാടില്ല, നിങ്ങൾക്ക് വിഷമമുണ്ടാക്കാനും പാടില്ല. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കത് പറ്റുമോ പറ്റില്ലേ, ചിന്തിച്ച് നോക്കൂ. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ ഫീലിങ്സ് ആദ്യം കൺസിഡർ ചെയ്യുക. നിങ്ങൾ പേഴ്സണിനെ പറ്റി ഇപ്പം ചിന്തിക്കേണ്ട. ഓക്കെ, യെസ്, അവരുടെ ഉള്ളിൽ നിങ്ങളുണ്ട്, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പക്ഷേ സിറ്റുവേഷൻ, സാഹചര്യം വെച്ചിട്ട് അവർ എന്താണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണോ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഓക്കെ, ഇനി ഇവിടെ യൂണിയൻ സൈൻസ് ഉണ്ട്. നിങ്ങളോട് ഫസ്റ്റ് ഓഫ് ഓൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറയും. ചില സ്റ്റെപ്സ് നിങ്ങൾ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അത് നിങ്ങളൊരു ആക്ഷൻ നിങ്ങൾ എടുക്കണം. എന്നിട്ട് ഇപ്പോഴും ഒരു നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ആൻഡ് അത് കിട്ടാൻ വേണ്ടിയിട്ട്, ഓക്കെ, അത് ഈ പേഴ്സൺ നിങ്ങൾക്ക് തരുമോ, അതോ വേറെ നിങ്ങൾ ബന്ധം നോക്കണോ? സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടോ ഓപ്പൺ എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കാം.
ഓക്കെ. ആൻഡ് ഇവിടെ എൻലൈറ്റൻമെന്റ്, വെൻ എൻലൈറ്റൻമെന്റ് ഇസ് ദർ, വെൻ വിത്ത് എൻലൈറ്റൻമെന്റ് ദർ ഇസ് നോ സെപ്പറേഷൻ, വി റെക്കഗ്നൈസ് ദാറ്റ് വി ആർ വൺ വിത്ത് ഡിവൈൻ. ഓൾറെഡി ഇവിടെ യൂണിയൻ്റെ പറഞ്ഞു, ഇവിടെ നിങ്ങൾ തമ്മിൽ സോൾ ഇസ് ഒന്നാണ്, നിങ്ങളുടെ സോൾസ് ഒന്ന് തന്നെയാണ്. ഓക്കെ, അതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷേ റിയാലിറ്റിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, യെസ്, നിങ്ങൾ തമ്മിൽ വളരെ ഡീപ്പ് കണക്ഷൻ തന്നെയാണ്. പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനായിട്ട് ഒരു മാറ്റം വരും, എന്തായാലും ഒരു തീരുമാനം ഒരു സ്റ്റേജ് വരും. അതിൽ ആ പേഴ്സൺ എന്ത് തീരുമാനിക്കും, അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്ന തരത്തിൽ അവർ ഒരു മാറ്റം കൊണ്ടുവരുമോ, അതോ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു എഫേർട്ട് ഉണ്ടാവുമോ എന്നുള്ളത് മാത്രം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം. അതേസമയം പക്ഷെ നിങ്ങളെ തന്നെ ഒന്ന് ഗ്രോ ചെയ്യുക, നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുക, നിങ്ങൾ സെൽഫ് ലെവലിലേക്ക് വരാം. ഓക്കെ, എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.